നമസ്കാരം. നിങ്ങൾ ഒരു ട്രെൻഡിന് വേണ്ടി ചെയ്യുന്നതല്ല, വേണമെങ്കിൽ ട്രെൻഡ് ആയിക്കോട്ടെ. ഡീകോഡിംഗ് ആണ്. അതായത് ഇന്ന് PSC പരീക്ഷ നടന്നു. സോ അതിലെ ഫസ്റ്റ് ചോദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുമുതൽ ഡീകോഡ് ചെയ്ത് പോകുന്ന പരിപാടിയാണ്. ഇങ്ങനെ ഡീകോഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അത്യാവശ്യമൊക്കെ PSC ഒരുപാട് മാറ്റർ നമ്മൾ ആ ഒരു സിലബസ് ഒക്കെ കുറച്ചൊക്കെ പഠിച്ചെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ ഡീകോഡ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിന്റെ അനാലിസിസ് നടത്തുന്നു, അതുവരെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. ഈ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും എക്സ്പ്ലനേഷൻ, എസ്പെഷ്യലി മലയാളത്തിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കൂലേ? അതായത് ഇപ്പൊ പൂച്ചയുടെ പര്യായം എന്ത് എന്ന് പറഞ്ഞൊരു 4 ഓപ്ഷൻ തന്നേക്കുന്നു. അപ്പൊ പൂച്ചയുടെ പര്യായം നമ്മൾ കണ്ടുപിടിക്കുന്നതിലൂടെ പൂച്ചയുടെ മറ്റു പര്യായങ്ങൾ കണ്ടുപിടിക്കുന്നു. ബാക്കി 3 ഓപ്ഷനിൽ എന്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാതെ എന്തിന്റെയൊക്കെ പര്യായമാണ് നമ്മൾ പഠിക്കുന്നില്ലേ? ആ പരിപാടി ഇവിടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫാക്റ്റാണ്, നല്ല ഒരു അടിപൊളി പരിപാടിയാണ്. ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ മെച്ചപ്പെടാൻ പറ്റും. കുറച്ച് എളുപ്പമുള്ള രീതിയാണ്, സ്റ്റഡി പാറ്റേണിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് QP വെച്ചിട്ടുള്ള അനാലിസിസ്. PYQ ഓർ QP, അതായത് ഇപ്പോൾ ഉള്ള പരീക്ഷ ആയാലും മുമ്പത്തെ പരീക്ഷ ആയാലും. ഓക്കെ, നിങ്ങളുടെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് എക്കോഡിൽ. അതായത് തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്തെന്നാണ് ചോദിച്ചത്. അവിടെ ഫുൾ ഫോം ആണ് തന്നത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഡീകോഡ് ചെയ്യാൻ തോന്നിയത്. നമുക്കറിയാം VBG റാംജി ആണ്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം എളുപ്പമാണ്, കാരണം ഇത് കേൾക്കാത്ത ആരും കാണൂല, അപൂർവം പേർക്ക് അത്ര തെറ്റി കാണത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ ഇന്ന് ഈസി ആയിട്ട് ഇതേ സാമ്യമുള്ള മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം. VBG റാംജി എന്ന് പറയുന്നത് 2026 ജൂലൈ 1 ആരംഭിച്ചത് കേട്ടോ, കറണ്ട് അഫെയർ. ഇപ്പൊ VBG റാംജിയുടെ ഫുൾ ഫോം പഠിച്ചിരിക്കണം. എന്താണ് ഫുൾ ഫോം എന്ന് പറഞ്ഞ് ഇതേ മോഡൽ പല എണ്ണം തന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. സോ അത് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോണം. വികസിത് ഭാരത് VBG ഗ്യാരണ്ടി ഫോർ, റാം R റോസ്ഗാർ, അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. VB റാംജി അത് ഇപ്പം തന്നെ ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളാം, എന്നാലും അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും. സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, തമാശയല്ല, മാർക്ക് പോവും. വികസിത്, ഭാരത്, VBG ആണ്. എന്താണ് അടുത്ത ഗ്യാരണ്ടിയാണ്, ഗ്രാമീൺ അല്ല, തെറ്റിപ്പോവും. ഗ്രാമീൺ എന്നൊക്കെ വരും, ഗ്യാരണ്ടിയാണ് കേട്ടോ. വികസിത് ഭാരത് ഗ്യാരണ്ടി 4 എന്നുള്ളതുകൊണ്ട് അതും പഠിക്കണം. അത് നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റൂല, അതുകൊണ്ട് അതും പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടോ. വികസിത് ഭാരത് 4, വികസിത് ഭാരത് 4 എന്നല്ല, വികസിത് ഭാരത് ഗ്യാരണ്ടി 4. ഇനി അടുത്ത റാം R എന്താണ്? റോസ്ഗാർ. എന്താണ്? അജീവിക. റോസ്ഗാർ അതിന്റെ ഇടയിൽ സംഭവം ഉണ്ട്, ആൻഡ് ഉണ്ട്, മറന്നുപോലെ. ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ, ഒരു ഹൈഫണും ഉണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും ചോദിക്കൂലായിരിക്കും. ഓക്കെ, അപ്പം VBG റാംജിയുടെ ഫുൾ ഫോം പഠിക്കണം. V എന്ന് പറഞ്ഞാൽ വികസിത്, B എന്ന് പറഞ്ഞാൽ ഭാരത്, VBG എന്ന് പറഞ്ഞാൽ എന്താണ്? G എന്താണ്? ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി. VBG റാം, RAM, R എന്താണ്? റോസ്ഗാർ, അജീവിക. ഇതിന്റെ ഇടയിൽ 4 ഉണ്ട്. വികസിത് ഭാരത് ഗ്യാരണ്ടി 4, റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. ക്ലിയർ ആയില്ലേ? VBG റാംജി, വികസിത് ഭാരത് ഗ്യാരണ്ടി 4, റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ക്ലിയർ ആയല്ലോ? വികസിത് ഭാരത് ഗ്യാരണ്ടി 4, റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഓക്കെ, അത് ക്ലിയർ ആയി. 125 തൊഴിൽ ദിനങ്ങളായിരുന്നു പണ്ട്, 100 125 മാറ്റി. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെ ഉള്ള ആൾക്ക് വേണോ എന്ത് ചെയ്യാം, തൊഴിലിന് വേണ്ടി ഇതിലെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊഴിൽ 15 ദിവസത്തിനകത്ത് കൺഫേം ആയിട്ട് കൊടുത്തിരിക്കണം. ഇനി അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ തൊഴിലില്ലായ്മയുടെ വേതനം അദ്ദേഹത്തിന് നൽകണം. അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. പണ്ട് ഇത് കേന്ദ്രത്തിന് 90%, കേരളത്തിന്, സംസ്ഥാനത്തിന് 10% വരുന്ന വിഹിതം അതിപ്പോ മാറ്റിയിട്ടുണ്ട്. കേന്ദ്രത്തിന് 60%, സംസ്ഥാനത്തിന് 40% ആക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പം നമ്മുടെ TVK സർക്കാർ തമിഴ്നാട് CM വിജയൊക്കെ കത്തൊക്കെ എഴുതിയിട്ടുണ്ട്, അത് നടത്താൻ പറ്റൂല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞേക്കും. അപ്പൊ 60-40 ഇപ്പോഴത്തെ സ്കീമിന്റെ ആ ഒരു വിഹിതം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ, അത് പറഞ്ഞതുപോലെ. ഓക്കെ, മിനിമം 300 രൂപയാണ് ഇതിൽ ദിവസവേതനമായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൽ ഈ തൊഴിലുമായിട്ട് എന്താണ് 4 മേഖലകളിൽ ഉൾപ്പെടുത്തി, 4 മേഖലകളെ ഉൾപ്പെടുത്തിയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. പ്രധാനപ്പെട്ട 4 മേഖലകൾ തൊഴിലുമായിട്ട് നമ്മുടെ ജീവിത
സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി 4 മേഖലകൾക്ക് പ്രധാനമായി ഊന്നൽ നൽകിയിട്ടുണ്ട്. ഒന്ന് ജലസുരക്ഷ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, തമാശയിലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വഴി ജലസുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതി. ഇനി അടുത്ത ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഉപജീവനപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മേഖല ഒരുക്കിയിട്ടുണ്ട്. ആ മേഖലയിൽ തൊഴിൽ നൽകും. ഇനി അടുത്ത തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള മേഖല. അപ്പൊ ഈ 4 മേഖല പഠിച്ചോണം ജലസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ ലഘൂകരിക്കാനുള്ള മേഖല. ഈ 4 മേഖലകളുമായിട്ട് കണക്ട് ചെയ്താണ് ഈ VBG റാംജി തൊഴിൽ പദ്ധതി പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 4 എണ്ണവും പഠിച്ചു വെച്ചേക്കണം. ഇനി ഇതിന് ഏറ്റവും കൂടുതൽ തൊഴിൽ വേതനം നൽകുന്ന സംസ്ഥാനം ചോദിച്ച ഹരിയാനയാണ്, 409 ആണ്. അതേപോലെ സെക്കൻഡ് നിൽക്കുന്ന ഗോവയാണ്, 406 ആണ്. നമ്മുടെ കേരളത്തിന്റെ പഠിച്ചു വെച്ചോളം 401 ആണ്. 409 ഹരിയാന ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ ഗോവ 406. അത് ചോദിക്കൂലായിരിക്കും, ഇന്നും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. 401 കേരളം പഠിച്ചു വെച്ചോണം, 401 രൂപയാണ്. എന്നാൽ ഏറ്റവും ഉയർന്ന നിരക്ക് നൽകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ്. എൻ്റെ ഒരു കൂട്ടുകാരൻ BROയിൽ ഡ്രൈവർ കം മെക്കാനിക്കാണ്, ബോർഡർ റോഡർ ഓർഗനൈസേഷൻ. അപ്പൊ അവന്റെ ജോലി സ്ഥലം മാറിക്കൊണ്ടിരിക്കും, ഉത്തരാഖണ്ഡിലായിരിക്കും. പിന്നെ ഒരു ട്രിപ്പ് വരുമ്പോൾ ചിലപ്പോൾ സിക്കിമിൽ പോകേണ്ടി വരും. അപ്പൊ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ അവനക്ക് 20,000 രൂപ അലവൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇതിന്റെ വേതനം കൂട്ടിയിട്ടുണ്ട്. സിക്കിമിലെ ലച്ചാൻ, അതുപോലെ ലച്ചൂങ്, നാഥാങ് എന്നൊക്കെ ഈ പറയുന്ന ഇതിൽ ജി സൈലന്റ് ആണ് കേട്ടോ. എന്നാണ് വായിക്കുന്നത്, നാഥാങ് എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. നാഥാങ് ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിലാണെങ്കിൽ സിക്കിമിൽ 450 രൂപ ഉണ്ട്. ഭയങ്കര കുന്നും പ്രദേശമാണ്, അതുകൊണ്ടാണ് 450 രൂപ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം സിക്കിമിൽ എത്രയേ ഉള്ളൂ, കുറഞ്ഞ വേതനമായ 300 രൂപയേ ഉള്ളൂ. അപ്പൊ സിക്കിമിൽ ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളു എന്നൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അവിടെ ഉള്ളവർ രക്ഷപ്പെട്ടു, 450 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ VBG റാംജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ചുകൊള്ളുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഞാൻ ഡീകോഡിങ് നടത്തിയാണ്. ഇങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് ചെയ്തു പോകും. എല്ലാം ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ നിങ്ങൾക്ക് കാണാനും പഠിക്കാനും ഒക്കെ എളുപ്പം വരും. കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ചെടുക്കാം. എന്നാൽ അതിന് മാർക്ക് ഷുവർട്ടി ഉണ്ട്. ഓക്കെ, VBG റാംജിയെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് PSC. ഇപ്പൊ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്ന ഫസ്റ്റ് ചോദ്യമാണ്. സോ പഠിക്കണം, മാർക്ക് വാങ്ങണം എന്ന ലക്ഷ്യത്തോടെ പഠിക്കുക. അതൊന്നുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. VBG റാംജി എന്ന് പറയുന്നത് നമുക്കറിയാം. VBG റാംജിയുടെ ഫുൾ ഫോമാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധിയിലുള്ള പേര് മാറി, ഇപ്പൊ എന്താ VBG റാംജി ആണ് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ വികസിത് ഭാരത് 2047 എന്ന മിഷനുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഈ ഒരു പദ്ധതി വന്നത്. 2025 ഇത് പാസ്സാക്കിയത്. 2026 ജൂലൈ 1 നിലവിൽ വന്നു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ഫുൾ ഫോം. അത് നിങ്ങൾ പഠിച്ചു. 125 ദിവസമാണ്. പിന്നെ മിനിമം 300 രൂപ കിട്ടും. പിന്നെ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽ കിട്ടണം. 15 ദിവസത്തിനകത്ത് തൊഴിൽ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതന നിരക്ക് അദ്ദേഹത്തിന് കിട്ടണം. ഇനി 409 രൂപയാണ് ഏറ്റവും ഉയർന്ന വേതനം കിട്ടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. സെക്കൻഡ് 406 നമ്മുടെ ഗോവയാണ്. അത് കഴിഞ്ഞ കേരളം 401 ആണ്. എന്നാൽ 300 രൂപ കിട്ടുന്ന സിക്കിമിൽ ചില 3 പ്രദേശങ്ങളിൽ, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള പ്രദേശങ്ങളായ ലച്ചൂങ്, നാത്താങ്, ഈ പ്രദേശങ്ങളിൽ 480 രൂപ, മറ്റു പ്രദേശങ്ങളിൽ 300 ആണ് സിക്കിമിൽ. ഓക്കെ, ഇനി 4 മേഖലകൾ. ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട് ജലപ്രവർത്തനങ്ങളുടെ മേഖല, പിന്നെന്താണ് അടിസ്ഥാന ഗ്രാമീണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മേഖല, പിന്നെന്താണ് ഉപജീവന മാർഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖല, പിന്നെന്താണ് ഒന്നുകൂടെ തീവ്ര കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ലഘൂകരിക്കാനുള്ള മേഖല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്.